അപ്പൊ എന്തായാലും ഇനി ലാലേട്ടൻ പൊലിപ്പിക്കാൻ പോണ അല്ലെങ്കിൽ വലിച്ചു കീറി ഒട്ടിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസിന്റെ എല്ലാ എപ്പിസോഡും വ്യക്തമായി മിസ് ചെയ്യാണ്ട് കണ്ടവർക്ക് ഈ കാര്യം ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് റിലേറ്റബിൾ ആയിരിക്കും. പക്ഷെ അങ്ങനെ കാണാത്തവർക്ക് ഇതിനെ കുറിച്ച് ചിലപ്പോൾ അറിവുണ്ടാവില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഷോർട്ട് ആയിട്ട് ബ്രീഫ് ആയിട്ട് ഒന്ന് പറഞ്ഞേക്കാം. അതായത് സോപ്പ് ഉരപ്പിച്ച് തീർക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ നമ്മൾ വിചാരിച്ചത് അപ്പുറത്തുണ്ടായിരുന്ന അഭിഷേകിന്റെ ടീമായിരിക്കും ജയിക്കുക. അവരായിരുന്നു ഹാർഡ് വർക്ക് ചെയ്ത് വേഗം ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് കുറെ ഉണ്ടായിരുന്നു. ആർക്ക് സിജോയ്ക്കും സായിക്കും കുറെ സോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഉറഞ്ഞു തീർന്നതായി നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവര് അപ്പൊ തന്നെ പറഞ്ഞായിരുന്നു ജാസ്മിനൊക്കെ അത് മറ്റേ വെള്ളം പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ഓടിച്ചിട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ സമ്മതിച്ചു തരാൻ തയ്യാറായില്ല. അങ്ങനെ അവര് സ്ട്രാറ്റജി പൂർവ്വമായിട്ട് ആ ഗെയിം ജയിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് ലാലേട്ടൻ ഇപ്പൊ സംസാരിക്കുന്നത്. എന്തായാലും വലിച്ചു കയറി ഒട്ടിച്ചു എന്ന് തന്നെ പറയാം. ലാലേട്ടൻ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വീട് കാണിച്ചു കൊടുത്തു എന്ന് എനിക്ക് അറിയത്തില്ല. അതിൽ സോപ്പ് ഒടിച്ച് ആ വെള്ളം പോകുന്നിടത്ത് ഇരുന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അവര് ചീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ജയിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് ജാസ്മിനും അവിടെയുള്ള ഒരുപാട് പേർക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു. അതിനെക്കുറിച്ച് അവര് ഫൈറ്റ് ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്സറയും ഇതിനെക്കുറിച്ച് അറിയുകയുണ്ടായി. എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോ അപ്സറ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ലാലേട്ടാ, ഞാൻ സത്യം പറഞ്ഞ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. ലാലേട്ടൻ പറയുമ്പോൾ ഇപ്പൊ ഞാൻ അറിയണേന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു നാടകം. ഇത് എന്തിനെങ്ങനെ ചെയ്ത അപ്സറ എന്ന് എനിക്കറിയാം. ഇത്രയും ദിവസം ജെന്യൂൻ ആയിട്ട് കളിച്ച ആള് അടുത്ത ആഴ്ച പോവാൻ പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ നല്ല ഇംപ്രഷനിൽ തന്നെ ഇറങ്ങി പൊയ്ക്കോടെ. പക്ഷെ ഇതിപ്പോ ഒരു കള്ളത്തരൊക്കെ പറഞ്ഞ് ഒരു ചീത്ത ഇമേജ് തന്നെയാണ് അപ്സറ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് എന്ത് പറ്റി, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. അപ്സറ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മറക്കാണ്ട് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് വെടിച്ചില്ലായിട്ട് അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ പിടപെടാന്ന അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ പിന്നെ പോകുന്നതിന് മുമ്പ് ഇത്രയൊക്കെ സംസാരിച്ചല്ലേ, ഒരു ലൈക്ക് എങ്കിലും അടിച്ചിട്ട് പോണേ.